ഞാൻ ഈ പറയുന്നതൊക്കെ സാധാരണക്കാരെ കുറിച്ചിട്ടാണേ. നല്ല കാശുള്ള ആൾക്കാർ അവരുടെ ബിസിനസ്, അവരുടെ ബന്ധങ്ങൾ, ആ ഒരു ബന്ധങ്ങൾക്കിടയിൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയും ആ ഒരു ബന്ധങ്ങളെയൊക്കെ ഒന്നുകൂടെ ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെ വലിയ പരിപാടികൾ വിവാഹത്തോടനുബന്ധിച്ച് നടത്താറുണ്ട്. അതവർക്ക് പൈസ ഉള്ളതുകൊണ്ടാണ്. അതിലൂടെ ഒത്തിരിയധികം ആളുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നടന്നോട്ടെ. നമ്മൾ സാധാരണക്കാർ അതൊക്കെ കണ്ടിട്ട് അനുകരിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. മനോഹരമായിട്ടുള്ളൊരു വിവാഹ ദിവസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളെയൊക്കെ കെട്ടിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങുമായിട്ടൊക്കെ ഇരിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു വെച്ചോളുക. മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ. ഈ അടുത്ത കാലത്ത് 1-2 വർഷങ്ങൾക്കിടയിൽ വിവാഹം കഴിച്ചും അതേപോലെ തന്നെ 1-2 വിവാഹങ്ങൾക്കൊക്കെ മെയിൻ ആളായിട്ട് പ്രവർത്തിച്ചുമൊക്കെ പരിചയമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡുമായി ബന്ധപ്പെട്ട ഒരു അനാലിസിസ് കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോ ഗോൾഡ് വെഡിങ്. സ്വർണം എന്ന സാധനം വിവാഹ ദിനത്തിലോ വൈവാഹിക ബന്ധത്തിലോ ഏഴയില തടിപ്പിക്കാത്ത പുതിയ തലമുറയുടെ ഒരു പുതിയ ആപ്തവാക്യമാണ് നോ ഗോൾഡ് വെഡിങ്. പണ്ടൊക്കെ വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങുന്നതിനായിട്ട് മാതാപിതാക്കൾ ടെൻഷൻ അടിച്ച് ഓടിയിരുന്ന ആ ഒരു കാലൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന സമയത്ത് പുതിയ തലമുറ പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ തോന്നിപ്പോവും. സ്വർണം പാപമാണ് ഉണ്ണി, മിനിമലല്ലോ സുഖപ്രദം, മൊത്തത്തിലൊരു പിൻട്രസ്റ്റി വൈബിലുള്ള വിവാഹം നടന്നാൽ മതി എന്നുള്ളതാണ് പല പുതിയ തലമുറയിലെ വധുവരന്മാരുടെയും ആഗ്രഹം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനൊരു കഥയിൽ കൂടെ തന്നെ അതുപോലെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രുതി ആൻഡ് ടോണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 പേരുകളാണ്. ഈ ദമ്പതികളുടെ വിവാഹം ചിങ്ങത്തിൽ തന്നെ ഒത്തുകല്യാണം, അതിനുശേഷം കല്യാണം എന്നുള്ള രീതിയിലൊക്കെ ഈ ശ്രുതിയുടെ അപ്പൻ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 20 പവൻ സ്വർണ്ണം ഇടണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കൊച്ചു സുന്ദരിയായിട്ട് ഒരുങ്ങി പള്ളിയിൽ പോകുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. പഴയ ആൾക്കാരല്ലേ സ്വർണ്ണമൊക്കെ ഇട്ട് പെൺകുട്ടികൾ പോകുന്നത്, വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. പിന്നെ പുള്ളിയുടെ ഒരു മൈൻഡ് ഇങ്ങനെ കൂടി ഉണ്ട് കേട്ടോ. ഉറുമ്പ് കൂട്ടുന്നത് പോലെ കൂട്ടി വെച്ചത് ആർക്ക് വേണ്ടിയാണ്? ആ കൊച്ചിന് വേണ്ടിയാണ് ഇതെല്ലാം കൂട്ടി വെച്ചത്. പവൻ 1 ലക്ഷം മിച്ചം ഇപ്പം റേറ്റ് ഉണ്ട്. അപ്പോൾ 20 പവൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നല്ലൊരു സംഖ്യയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ചെറുകിട ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള നാട്ടിൽ അത്യാവശ്യം പേരുള്ള ശ്രുതി പ്രഖ്യാപിച്ചത്, എനിക്ക് സ്വർണം വേണ്ട, നോ ഗോൾഡ് വെഡ്ഡിംഗ് ആണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വഴി. പെട്ടെന്ന് കേട്ടപ്പോൾ അപ്പനൊന്ന് ഞെട്ടി. എൻ്റെ പൊന്നുമോളെ, നിന്നെ ഒന്നുമില്ലാതെ എങ്ങനെ ഇറക്കി വിടും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഒരു സാധാരണ അപ്പനെ പോലെ ശ്രുതിയോട് ചോദിച്ചത്. വേണ്ടപ്പാ, എനിക്ക് സ്നേഹം മാത്രം മതി എന്നൊക്കെ ശ്രുതി അങ്ങോട്ട് പറഞ്ഞു. ആ പൈസയ്ക്ക് അപ്പൻ വേണമെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുത്തോളൂ എന്നൊക്കെ മോള് പറഞ്ഞു കേട്ട സമയത്ത് അപ്പൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. മോളെ ഓർത്തിട്ട് അഭിമാനം വന്ന നിമിഷം. വീണ്ടും അപ്പൻ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ വല്ല പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് ഹാരിടുന്ന പരിപാടി വല്ലതും ആണോ? അപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഒരു ക്ലാസ് മിനിമലിസ്റ്റ് മെമ്മറബിൾ ഡേ ആയിരിക്കണം, അത്രേ ഉള്ളൂ, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസം. വീണ്ടും അപ്പൻ ഹാപ്പിയായി. മോള് വല്ലാതെ അങ്ങോട്ട് വളർന്നു പോയിരിക്കുന്നു. അവളുടെ ചിന്തയൊന്ന് നോക്കൂ. 800 പേർക്ക് 350 രൂപയുടെ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൻ. അപ്പോൾ തന്നെ വിളിച്ചിട്ട് പുള്ളി അത് 450 ആക്കി. കാരണം വളരെ ചിലവ് കുറച്ചിട്ടുള്ള ഒരു വെഡിങ് ആണല്ലോ. ആളുകൾ ഭക്ഷണമെങ്കിലും നല്ല രീതിയിൽ കഴിക്കട്ടെ. ഇനിയിപ്പോൾ ചിലവൊന്നും കണക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കൊച്ചിൻ്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്തോളാനായിട്ട് അപ്പൻ അങ്ങോട്ട് സമ്മതം കൊടുത്തു. അങ്ങനെ കൊച്ചിൻ്റെ ഇഷ്ടപ്രകാരം ഒരുക്കങ്ങൾ അങ്ങോട്ട് ആരംഭിച്ചു. പിറ്റേന്ന് തന്നെ ഫോട്ടോഗ്രാഫർ പയ്യൻ ബ്രോഷറുമായിട്ട് വീട്ടിലെത്തി. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിലെ വർക്കുകൾ ഒരുമിച്ച് കൊടുക്കുന്നത് കൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് മൊത്തത്തിൽ ചെയ്ത് ലാഭത്തിൽ തരാമെന്ന് ഫോട്ടോഗ്രാഫർ ഒരു ഓഫർ വെച്ചു. ശ്രുതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം 4 ലക്ഷം രൂപയ്ക്ക് 2 സൈഡിലും വർക്കുകൾ എടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ നല്ലൊരു ഓഫറാണ്. പക്ഷെ അപ്പനൊന്ന് ഞെട്ടി. പുള്ളി ഇതിരി ഔട്ട്ഡേറ്റഡ് ആണേ. പുള്ളിക്ക് ഇന്നത്തെ രീതികളൊന്നും അറിയത്തില്ല. പുള്ളി ഞെട്ടി. പുള്ളി ഇങ്ങനെ വിചാരിച്ചു, 3 പവൻ സ്വർണ്ണത്തിൻ്റെ കാശ് ഒരു 5-6 മാസം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പവൻ സ്വർണ്ണത്തിൻ്റെ കാശൊക്കെയാണ് ഫോട്ടോഗ്രാഫർ പയ്യൻ മൊത്തത്തിൽ വന്നിട്ട് ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്താൽ മതി, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വരൻ്റെ വീട്ടുകാരാണ് 2 ലക്ഷം കൊടുക്കേണ്ടത്. എന്നാലും 2 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു സംഖ്യ പുള്ളിയെ വല്ലാതെ അങ്ങോട്ട് ഞെട്ടിച്ചു. ശ്രുതിയുടെ അപ്പൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ പയ്യൻ വിശദീകരിച്ചു, ഇത് നിസ്സാര കളിയൊന്നുമല്ല, ഇത് മോസ്റ്റ് പ്രഷ്യസ് ഡേ ഇൻ സംവൺസ് ലൈഫ് ടൈം. ദാരിദ്ര്യം കാണിച്ച് പിള്ളേരുടെ മെമ്മറീസ് കുളമാക്കല്ലേ അങ്കിൾ എന്ന് അവൻ പറഞ്ഞ സമയത്ത്, പോട്ടെ കുറച്ച് ലാഭിച്ചതല്ലേ, സ്വർണ്ണത്തിൽ വലിയ പൈസ ലാഭിച്ചതല്ലേ, കുട്ടികളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് അഡ്വാൻസ് കൊടുത്തു. പിന്നീട് അഡ്വാൻസ് കൊടുത്തത് 25,000 രൂപയാണ്. എന്തിനാണ് മോളെ ഈ അഡ്വാൻസ് എന്ന് ചോദിച്ച സമയത്ത് ശ്രുതി പറഞ്ഞു, ഇത് മേക്കപ്പിൻ്റെ അഡ്വാൻസ് ആണ്. അപ്പോൾ അപ്പൻ ചോദിച്ചു, ഇതെന്തൊരു അഡ്വാൻസ് ആണ്, മുക്കാലും ആദ്യം തന്നെ ഇവരങ്ങോട്ട് വാങ്ങുമോ, അതാണോ ഇപ്പോഴത്തെ രീതി എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി അപ്പനോട് പറഞ്ഞു, അയ്യോ അപ്പ, മേക്കപ്പ് ഇടുന്ന ചേച്ചി ഭയങ്കര ഡീസൻ്റ് ആണ്, പകുതി പോലും വാങ്ങിയിട്ടില്ല, ഇത് വളരെ നിസ്സാരമായിട്ടുള്ള 3-1 തുക അല്ലെങ്കിൽ 4-1 തുകയെ വാങ്ങിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് 2 ദിവസത്തെ പരിപാടിക്ക് ഈ കല്യാണത്തിന് മേക്കപ്പ് ഇടാൻ വേണ്ടി 1 ലക്ഷം പ്ലസ് ട്രാവലാണ്. പിന്നെ ഞാൻ ഈ മധുരം വെപ്പിനും അതേപോലെ തന്നെ ബ്രൈഡ് ഷവർ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞാൻ മേക്കപ്പ് വിളിച്ചിട്ടില്ല, അപ്പൻ്റെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അപ്പൻ വീണ്ടും അങ്ങോട്ട് പ്ലിങ്ങായി. അതിനുശേഷം
അതിനുശേഷം ഈ വിവാഹത്തിന് വേണ്ടി തുണിയെടുക്കാനായിട്ടുള്ള ദിനം അങ്ങോട്ട് ഫിക്സ് ആക്കി. അപ്പോഴാണ് മകള് പറയുന്നത് സേവ് ദ ഡേറ്റിന് 3 കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്, ഏതാണ് വർക്കാവുക എന്നുള്ളത് ചേട്ടൻ ഫോട്ടോ എടുത്തതിന് ശേഷമേ പറയത്തുള്ളൂ, ഫോട്ടോഗ്രാഫർ ചേട്ടനാണ് തീരുമാനിക്കുന്നത്. പിന്നെ ബ്രൈഡ് ടു ബി ഉണ്ട്, ബാച്ചലർ പാർട്ടി, പിന്നെ ഒരു പാർട്ടി വെയർ അതിനു വേണ്ടി എടുക്കേണ്ടതുണ്ട്, മധുരമുണ്ട്. അതിൽ എൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ നമ്മൾ കസിൻസൊക്കെ ഒരേ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് നിൽക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ഈ ദിവസങ്ങളിലൊക്കെ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര രൂപ പൊട്ടിയേനേയും, അവിടെ ലക്ഷങ്ങൾ പൊട്ടിയേനേയും. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. കാരണം പുള്ളിക്കാരൻ മകളുടെ വിവാഹത്തിന് വേണ്ടി 20 പവനൊക്കെ കൊടുക്കാൻ വേണ്ടി 20-25 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് സ്വർണ്ണം വാങ്ങുന്നതിന് മുന്നേ തന്നെ ഏകദേശം 5-6 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ പൊട്ടി കയ്യിൽ നിന്ന്. പിന്നെ എടുത്ത വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു തീരുമാനമെന്ന് അപ്പനും തോന്നിയ ഒരു സംഗതിയാണ് ഈ പരിപാടികൾ. ഇത്രയും വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്ന പരിപാടികളല്ലേ, ഗംഭീര പരിപാടികളല്ലേ, ഒരു AC ഹാളിലേക്ക് മാറ്റാം. AC ഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിയുടെയൊക്കെ AC ഹോളാണെങ്കിൽ പോലും 1 ലക്ഷം രൂപ ആവും. ഈ 1 ലക്ഷം രൂപയുടെ AC ഹോളിൽ 1 ലക്ഷം രൂപയുടെ ഒരു സ്റ്റേജാണ് പ്ലാൻ ചെയ്തത്. അത് പിന്നെ പോട്ടെ, ആളുകളൊക്കെ വരുന്നതല്ല, അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെയും ഒരു 2 ലക്ഷത്തിലധികം രൂപ അങ്ങോട്ട് ചിലവാക്കി. ഞാൻ ഈ പറയുന്ന കണക്കൊന്നും ഒരു അത്യാഡംബര വിവാഹത്തിൻ്റെ കണക്കൊന്നുമല്ല കേട്ടോ, ശ്രുതി അത്ര വലിയ ധാരാളിയൊന്നുമല്ല. ഈ നാട്ടിലെ, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ സാധാരണക്കാരുടെ വിവാഹത്തിൻ്റെ ഒരു ചിലവൊക്കെ ഇത്രയൊക്കെ വരും. ഇതിനോടൊപ്പം ഭക്ഷണത്തിൻ്റെ പ്ലാൻ മൊത്തത്തിൽ മാറി. ഈ 450 രൂപയ്ക്ക് ആഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച പ്ലേറ്റ് 700 രൂപയായി. കാരണം ഈ ഒരു ഹാളിൽ ഇതൊക്കെ ഒരുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അത്ര രൂപയുടെ സെറ്റപ്പ് വേണമെന്നുള്ളതാണ് കേറ്ററിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡിന് മാത്രം 5 ലക്ഷത്തിലധികമായി. ഇവിടെ പിന്നെ ശ്രുതിയുടെ അപ്പന് ഒരു ആശ്വാസം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹത്തിനൊപ്പം പിടിക്കേണ്ടുന്ന ഒരു ബാധ്യത ഈ വരൻ്റെ അപ്പനായിട്ടുള്ള ടോണിയുടെ അപ്പനായിട്ടുള്ള ആൾക്കുണ്ട്. അയാൾ ഇത്തിരി പൊങ്ങനാണ്, അപ്പോൾ അയാൾക്കിട്ട് ഒരു പണി ആയിക്കോട്ടെ എന്നുള്ളൊരു സന്തോഷം പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നു, ടോണിയുടെ അപ്പന് പെട്ടെന്ന് നെഞ്ചുവേദന, പുള്ളിക്കാരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏതായാലും ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എമർജൻസിക്ക് വരുന്ന സമയത്ത് നിങ്ങളെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ താൽക്കാലികമായിട്ടുള്ള പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രശംസയ്ക്ക് വേണ്ടി പേഴ്സണൽ ലോണുകളെയും മറ്റ് പലിശ വായ്പകളെയും ഒക്കെ ആശ്രയിച്ച് ഒരു ദിവസത്തെ ആഡംബരത്തിനായി നമ്മൾ ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. അതേസമയം നമ്മുടെ കുടുംബത്തിൻ്റെ യഥാർത്ഥ ഭാവി പൂർണ്ണമായിട്ടും അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യുന്നു. ഒരു കുടുംബത്തിന്റെ നാഥൻ, കുടുംബനാഥ, പ്രധാനമായിട്ടും വരുമാനം കുടുംബത്തേക്ക് കൊണ്ടുവരുന്ന ഒരാൾ ഒരു ദിവസം ഇല്ലാതായാൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബത്തെ സാമ്പത്തികമായിട്ട് സംരക്ഷിക്കുന്നത് ആരാണ്, എന്താണ്? ഞാൻ സംസാരിക്കുന്നത് ടേം ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇടത്തരക്കാരിൽ ഭൂരിഭാഗം ആളുകളും ഇതൊരു വലിയ പ്രതിമാസ ചെലവാണ് എന്ന് കരുതി വാങ്ങാനായിട്ട് വൈകുന്നുണ്ട്. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇത് തികച്ചും താങ്ങാവുന്ന ഒന്നാണ്. ഞാൻ ഈ പറയുന്ന പ്ലാൻ അനുസരിച്ച് പ്രതിമാസം വെറും 595 രൂപ മുതൽ ആരംഭിക്കുന്ന 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കുറച്ചുകൂടി വലിയൊരു സുരക്ഷാ വലയമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2 കോടി രൂപയുടെ ലൈഫ് കവർ പ്രതിമാസം ഏകദേശം 902 രൂപ മുതലൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു വീക്കെൻഡിൽ ഒരു കഫേയിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു OTT സബ്സ്ക്രിപ്ഷനോ വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ്. ഇനി ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിയാണ്, അക്കങ്ങളും വിശ്വസ്തതയും ഒക്കെയാണ് ഏറ്റവും പ്രധാനം. ഈ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായ 99.8% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഇവർക്കുണ്ട്. കൂടാതെ അർഹതപ്പെട്ട എല്ലാ ക്ലെയിമുകൾക്കും ഇവർ 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിന് അവരുടെ ഏറ്റവും കഷ്ടകരമായിട്ടുള്ള സമയങ്ങളിൽ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരില്ല. ഇവിടെ സാലറിഡ് ആയ വ്യക്തികൾക്ക് അവരുടെ ആദ്യ വർഷത്തെ പ്രീമിയത്തിൽ 15% കിഴിവ് ലഭിക്കും. നിങ്ങളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ ജീവിതകാലം മുഴുവൻ 15% കിഴിവ് നിങ്ങൾക്ക് ഓൾറെഡി ലഭിക്കും. ഇനി നിങ്ങളൊരു ശമ്പളക്കാരിയായ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ആനുകൂല്യങ്ങളും ഒരുമിച്ച് ലഭിക്കും. അല്ല, നിങ്ങൾക്ക് ഇതൊരു ഘട്ടത്തിൽ വേണ്ട എന്ന് തോന്നിയാലോ, നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് വേണ്ട എന്നൊരു ഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അതിന് ഇവരുടെ പക്കൽ ഒരു ഫീച്ചർ ഉണ്ട്. ഒരു സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിലുണ്ട്. പോളിസി കാലാവധി തികയുന്നതിന് മുൻപ് നിങ്ങൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പ്രീമിയത്തിന്റെ 100% തുകയും പൂർണ്ണമായിട്ടും സൗജന്യമായി തിരികെ ലഭിക്കും. ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിലെ ഒരു ആഘോഷത്തിന് വേണ്ടി ധാരാളമായിട്ട് പണം ചെലവാക്കുന്ന നമ്മൾ കുടുംബത്തിന്റെ സുരക്ഷിതത്വം വൈകിപ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ്. എത്രയും നേരത്തെ നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുന്നുവോ അത്രയും പ്രീമിയം നിങ്ങൾക്ക് കുറവായിരിക്കും. അതേപോലെ നിങ്ങളുടെ കുടുംബം കൂടുതൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും ദീർഘകാലം. യഥാർത്ഥ സുരക്ഷിതത്വത്തെക്കാൾ സോഷ്യൽ മീഡിയയിലെ പ്രശംസയ്ക്ക് മുൻഗണന നൽകുന്നത് നിർത്തുക. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി ഇന്ന് തന്നെ സുരക്ഷിതമാക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രീമിയം കണക്കാക്കാനും ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് തിരികെ വരാം. കഥ തുടരുകയാണ്. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? വരൻ, അതായത് ടോണി എന്ന വരൻ്റെ അച്ഛൻ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. അതൊരു അറ്റാക്കായിരുന്നു. റിക്കവറായിട്ട് വീട്ടിൽ തിരികെ വന്നു. മകന് നല്ല ബന്ധം കിട്ടാൻ പുതിയ വീട് വെച്ച ചിലവും അവനെ പഠിപ്പിച്ച ചിലവും, UK അയച്ചാണ് പഠിപ്പിച്ചത്, അങ്ങനെയുള്ള ചിലവുകളും കൂടെ എല്ലാം കൂടെ വന്ന സമയത്ത് പുള്ളിയുടെ കയ്യിൽ നിന്ന് ചെറുതായി ഒന്ന് പോയതാണ്. ടോണി നല്ലൊരു പയ്യനാണ്. അവൻ സ്വന്തമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ലോണൊക്കെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഞ്ചുവേദന ഒരു വാണിംഗ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ടോണിയുടെ അപ്പൻ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ഒക്കെ ആയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി വരൻ ടോണിയുടെ
അവസ്ഥ എന്താണ്? അപ്പുറത്ത് ഗംഭീരമായിട്ടുള്ള വിവാഹ പ്ലാനുകളൊക്കെ ശ്രുതി ഇടുന്നത് കൊണ്ടും അവളുടെ അപ്പൻ ക്യാഷ് എടുത്തിട്ട് വാരി ചിലവാക്കുന്നത് കൊണ്ടും ടോണിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറേ കാശ് ഇറക്കേണ്ടി വന്നു. അവൻ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ തൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫുള്ള് ക്രെഡിറ്റ് കാർഡ് വലിച്ചിട്ട് വാങ്ങി വെച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാം നല്ല മത്സരിച്ചിട്ട് രണ്ടാളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡുകളൊക്കെ പാടെ പകർത്തി വെച്ചിട്ടുള്ള ഒരു മിനിമലിസ്റ്റ് പിൻട്രസ്റ്റ് വിവാഹമായിരുന്നു അവരുടേത്. പല ആളുകളും കമൻറ്റ് ചെയ്തു സിമ്പിൾ ക്ലാസി വെഡ്ഡിങ്. ഇത് കമൻറ്റ് ഈ അപ്പന്മാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടാകും. കാരണം അവരുടെ കണ്ണിൽ ഇത് വൻ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ്ങാണ്. പക്ഷേ കുട്ടികൾ വളരെ സിമ്പിൾ ക്ലാസി മിനിമലിസ്റ്റ് വെഡ്ഡിങ്ങാണ് ഉദ്ദേശിച്ചത്. മൊത്തത്തിലൊരു പിൻട്രസ്റ്റ് വൈബൊക്കെ ഉണ്ടായിരുന്നു. വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, സിനിമാ സെറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഡെക്കറേഷൻ ഉണ്ട്, ആർഭാടപൂർവ്വമായിട്ടുള്ള ഭക്ഷണമുണ്ട്, പിന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സിനിമാറ്റിക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഉണ്ട്. വിവാഹത്തിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ രീതിയിലൊരു കോളുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ അവർക്ക് ഒന്ന് ഇറക്കാനായിട്ട് പറ്റി. ശ്രുതിയുടെ ഫാൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് ആറാടി, ശ്രുതി ചേച്ചി സൂപ്പറാണ്, ഈ ഒരു കാലത്ത് ഇത്രയധികം പൈസ ായിട്ടും ശ്രുതി ചേച്ചി നോ ഗോൾഡ് വെഡ്ഡിങ് തിരഞ്ഞെടുത്തല്ലോ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് വൻ അപ്രിസിയേഷനാണ് ശ്രുതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിവാഹ ആഘോഷ ദിനങ്ങളിൽ ഉടനീളം ശ്രുതി അണിഞ്ഞത് സ്വർണ്ണത്തെക്കാൾ തിളങ്ങുന്ന എന്നാൽ യാതൊരുവിധ പുനർമൂല്യവുമില്ലാത്ത വലിയ വലിയ ട്രെൻഡി ഫാൻസി ഓർണമെൻറ്റ്സ് ആയിരുന്നു. അതിന് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയായി. സിമ്പിൾ വെഡ്ഡിങ് ആയിരുന്നു അവരുടെ ചിന്ത. കാണുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. ആ 1-2 ദിവസങ്ങളിൽ അവർ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങിൽ നിന്നു എല്ലാവരും ഒരു ഡ്രീം കപ്പിളായിട്ടൊക്കെയാണ് അവർക്ക് കമൻറ്റുകളും അപ്രിസിയേഷൻസും കൺഗ്രാജുലേഷൻസും ഒക്കെ കൊടുത്തത്. യഥാർത്ഥ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ക്രൂരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം അവരെ തുറച്ചു നോക്കാനായിട്ട് തുടങ്ങിയത്. ഒരു സാധാരണ ഗോൾഡ് വെഡ്ഡിംഗ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്കുള്ളതിനേക്കാൾ വലിയൊരു തുക കല്യാണത്തിൻ്റെ ചെലവിന് വേണ്ടി തന്നെ വന്നു. 2 വീടുകളിലും സാമ്പത്തിക ഞെരുക്കാണ്. കയ്യിൽ 1 രൂപ പോലും ലിക്വിഡ് ക്യാഷായിട്ട് സമ്പാദ്യമില്ല. 2 വർഷത്തെ ദാരിദ്ര്യ ജീവിതമാണ് രണ്ടാൾക്കും ജോലി ചെയ്യുന്ന നഗരത്തിൽ പിന്നീട് ഉണ്ടായിരുന്നത്. ഈ 2 വർഷത്തിന് ശേഷമുള്ള അവസ്ഥയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു കൊച്ചു വീട് അല്ലെങ്കിൽ സഞ്ചരിക്കാനായിട്ട് ഒരു കാറ് അതൊക്കെ വാങ്ങാനായിട്ടുള്ള ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോലും 2 ആളുകളുടെയിലും പൈസയില്ല. കാരണം 2 ആൾക്കും അന്നത്തെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് EMIകളും ചില്ലറ ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിവാഹ സമയത്ത് അവർ വാങ്ങിയിട്ട് ആ ഒരു ഫാൻസി ആഭരണങ്ങൾ പണയം വല്ലതും വെക്കാനായിട്ട് പറ്റുമോ? ഇല്ല, ആക്രി വില പോലും അതിന് കിട്ടത്തില്ല. അപ്പോഴാണ് ശ്രുതി ആലോചിച്ചത് അന്ന് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു ഈ സ്വർണ്ണം ലാഭിച്ചിട്ട് എന്ന് അപ്പനോട് പറഞ്ഞിരുന്നു. അങ്ങനെ സ്വർണ്ണത്തിൽ ലാഭിച്ച പൈസ അവിടെ ഇരിപ്പുണ്ടാവുമല്ലോ, ഒന്ന് വിളിച്ചു ചോദിച്ചേക്കാം. അപ്പോഴാണ് ശ്രുതി ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അപ്പൻ പറഞ്ഞ എങ്ങനെയാണ്, നീ സ്വർണ്ണമൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നിൻ്റെ ആഗ്രഹപ്രകാരം ഗംഭീരമായിട്ടുള്ളൊരു വിവാഹം നിനക്ക് നടത്തി തന്നിട്ടുണ്ട്, ഇനി ബാക്കി പൈസ ഒന്നും കയ്യിലില്ല. അപ്പോഴാണ് ശ്രുതി ആലോചിച്ചത് അപ്പൻ തൻ്റെ സുരക്ഷിത ജീവിതത്തിന് വേണ്ടി ഭാവിയിലേക്ക് തനിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് കരുതി വെച്ചിരുന്ന പൈസയാണ് ക്യാമറ ചേട്ടന്മാരും കേറ്ററിംഗ് ചേട്ടന്മാരും ഇവൻറ്റുകാരും സ്റ്റേജുകാരും എല്ലാം കൂടെ വന്ന് വാങ്ങിയിട്ട് പോയത്. അത് അപ്പൻ്റെ ഐഡിയയ്ക്കുള്ള ഒരു സാധാരണ സ്വർണ്ണ കല്യാണം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ അത് പണയം വെച്ചോ വിറ്റോ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ പരിഹരിക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ബാക്കപ്പ് ഒന്നുമില്ല. അന്ന് വന്ന ആൾക്കാരോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അവരും വല്ലതും 10 രൂപ തരുമോ? ഇല്ല, കടങ്ങൾ വീട്ടാൻ വേണ്ടി മാത്രമായിട്ട് മാസം പണം ചെലവഴിച്ചുകൊണ്ട് അവർ നെട്ടോട്ട് മോടുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. നിലവിൽ അവർ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ വീണ്ടും തങ്ങളുടെ മാതാപിതാക്കളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുകയാണ്. സ്വപ്ന വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു മസ്റ്റ് ഷെയർ വീഡിയോ ആണിത്. ഒരു വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന എവിടെയാണ്? ഗോൾഡ് എന്നൊക്കെ കുറേയധികം ആളുകൾ ഉറക്ക വിളിച്ച് പറയും. പക്ഷേ ഗോൾഡാണോ? അല്ല. കാരണം സ്വർണ്ണത്തിൻ്റെ പണിക്കുറവും പണിക്കൂലിയും മാത്രമാണ് നമുക്ക് നഷ്ടമായി വരുന്നത്. സ്വർണ്ണം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു മികച്ച അസറ്റാണ്. എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2024 വിവാഹം കഴിക്കുന്നത്. അന്ന് ഒരു പവന് 54,000 രൂപ എങ്ങാണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വൈഫിന് ഒരു താലിമാല വാങ്ങിയത് 3 പവനാണ്. ഇന്ന് അതിൻ്റെ വാല്യൂ എത്രയാണ്? അന്ന് വാങ്ങിയതിൻ്റെ ഇരട്ടിയാണ്. അന്ന് നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടി വെച്ചതും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സമ്മാനമായിട്ട് തരുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത്തിരി പൊന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മുടെ കൂടെ ഇറങ്ങി ബാങ്കിലേക്ക് വരുന്നത്. വേറെ ആരും വരത്തില്ല. ഈ ഫോട്ടോഗ്രാഫർ ചേട്ടൻ വരത്തില്ല, അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ ചേട്ടൻ വരത്തില്ല, പിൻട്രസ്റ്റ് വൈബിന് ലൈക്ക് അടിച്ചിട്ടുള്ള ആളുകളൊന്നും വരത്തില്ല. അപ്പോൾ ഒരു കുടുംബം ആരംഭിക്കുന്ന സമയത്ത് പണ്ട് എന്തെങ്കിലും ഇവരൊരു കുടുംബം ആരംഭിച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പൊന്നു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായത്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പലപ്പോഴും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സപ്പോർട്ടാകാൻ വേണ്ടി തരുന്ന ഒന്നാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്, വിവാഹ സമയത്തെ ഗോൾഡ് എന്ന് പറയുന്നത്. അത് മറന്ന് അതൊരു അവകാശമായിട്ട് കുത്തിന് പിടിച്ച് വാങ്ങാൻ തുടങ്ങി
തുടങ്ങിയ സമയത്താണ് അത് സ്ത്രീധനമായിട്ട് ഇങ്ങനെ ആത്തപ്പതിച്ച് പോയത്. ഒരു ജീവിതം തുടങ്ങുന്ന രണ്ടാളുകൾക്ക് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ ചില സമ്മാനങ്ങളൊക്കെ നൽകുന്ന പരിപാടികൾ പണ്ട് മുതലേ ഉണ്ട്. കാരണം രണ്ടുപേരും ഒരു കുടുംബം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ വീട്ടിലെ പല ആവശ്യങ്ങളും നടന്നിട്ടുള്ളത് എങ്ങനെയായിരിക്കും? അമ്മയുടെ വള പണയം വെച്ചും അല്ലെങ്കിൽ അമ്മയുടെ താലിമാല പണയം വെച്ചും. ചില ആളുകൾ ബിസിനസ് ആരംഭിച്ചത് എവിടെ നിന്നായിരിക്കും? ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ വിവാഹവുമായി അനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന സ്വർണത്തിന് ജീവിതത്തിലുടനീളം, നമ്മളിൽ ഓരോ ആളുകളുടെയും ജീവിതത്തിലുടനീളം ചില റോളുകളൊക്കെ നിർവഹിക്കാനുണ്ടായിരുന്നു. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ജീവിതം, എൻ്റെ ഒരു കരിയർ, അതേപോലെ തന്നെ എൻ്റെ വരുമാനം അത് ലക്ഷങ്ങൾ കവിയുന്ന രീതിയിലേക്കൊക്കെ എത്തിയതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അമ്മ നൽകിയ കെട്ടുതാലി പണയം വെച്ചിട്ടുള്ള തുകയിൽ വാങ്ങിയ ഒരു ലാപ്ടോപ്പായിരുന്നു. ആ ഒരു ലാപ്ടോപ്പിൽ നിന്നാണ് ആ ഒരു തുടക്കം ഉണ്ടായത്. ഇപ്പോഴും അതിൻ്റെ ഒരു ഫൗണ്ടേഷനിലാണ് ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് വലിയൊരു ജോലി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ സഹായിക്കാനായിട്ട് വേറെ ബാങ്ക് നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തരാനായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിട്ടോ അദ്ദേഹമായിട്ടോ ഉണ്ടാക്കിയ വിവാഹത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഇത്തിരി പൊന്നായിരുന്നു. ഇന്ന് ഈ ഗോൾഡ് മാറ്റി വെച്ചിട്ട് ചിലവ് കുറയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, സിമ്പിളാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാശ് മുഴുവൻ ഫോട്ടോഗ്രാഫിക്കും ഹോളിനും ഇവൻറ്റിനും പല ദിവസങ്ങളിലെ പരിപാടികൾക്കും ഉപയോഗിച്ച് കളയുന്ന ഫാൻസി ഓർണമെൻറ്റുകൾക്കും ഡ്രസ്സുകൾക്കും ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ മുടക്കി കഴിഞ്ഞാൽ അത് നോ ഗോൾഡ് സിമ്പിൾ വെഡ്ഡിംഗ് ഒന്നുമല്ല, അത് ശുദ്ധ വിവരക്കേടാണ്. ആ പൈസയ്ക്ക് കൂടി സ്വർണ്ണം വാങ്ങിയിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ എന്തോരം ലാഭം കിട്ടിയേനെ. ഇപ്പോൾ 2024 ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി ഉപയോഗിച്ച ആ ഒരു സ്വർണത്തിൻ്റെ വാല്യൂ ഡബിളായി. നമ്മളൊരു പണിയും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടായ ആസ്തി വർധനവാണത്. നമ്മുടെ നാട്ടിൽ ഏത് മതക്കാരനാണ് എന്നുണ്ടെങ്കിലും ഈ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ തങ്ങളുടെ വിവാഹത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള അബദ്ധങ്ങളിൽ കൂടെയാണ്. നമ്മുടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിവാഹങ്ങളിലെ ശരാശരി ചിലവുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ എവിടെയാണ് പണം ചോരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പിടികിട്ടും. ഈ ഹിന്ദു വെഡ്ഡിങ്ങിൽ ആവറേജ് സ്വർണ്ണത്തിനും ആഭരണങ്ങൾക്ക് വേണ്ടി എത്ര മാറ്റിവെക്കും? 40% പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. പരമ്പരാഗതമായിട്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിന് വേണ്ടി തുക മാറ്റിവെക്കുന്നത് ഹിന്ദു വെഡ്ഡിങ്സിലാണ്. സദ്യയ്ക്കും ഓഡിറ്റോറിയത്തിന് വേണ്ടി ഒരു 30% തുക മാറ്റിവെക്കാറുണ്ട്. ഹാൾ വാടകയും അതേപോലെ തന്നെ വിവാഹ ദിവസത്തെ ഊണും ഒക്കെ വലിയൊരു ചിലവാണ്. ഫോട്ടോഗ്രാഫി ആൻഡ് ഇവന്റ് മാനേജ്മെന്റിന് വേണ്ടി 15% അവർ മാറ്റിവെക്കാറുണ്ട്. പ്രീ വെഡ്ഡിംഗ്, പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടുകൾ, സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ വസ്ത്രങ്ങൾ, മേക്കപ്പ് ഒരു 10%, മുഹൂർത്ത പുടവകൾ, ബന്ധുക്കൾക്കുള്ള വസ്ത്രങ്ങൾ, ബ്രൈഡൽ മേക്കപ്പ്, ആ ഒരു ചിലവുകൾ. മറ്റ് ചിലവുകൾ ഒരു 5% കൂട്ടാം. ഇനി ക്രിസ്ത്യൻ വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണത്തിനും റിസപ്ഷനും ഒരു 35% ആവും. ചർച്ച ചടങ്ങുകൾക്ക് ശേഷമുള്ള ഗ്രാൻഡ് റിസപ്ഷൻസ് അവിടെ ഒരു പ്രത്യേകതയാണ്. നോൺ വെജ് ബുഫേ മേളകൾ തന്നെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്വർണത്തിനും വസ്ത്രങ്ങൾക്കും വേണ്ടി 30%, മന്ത്രകോടി, ബ്രൈഡൽ ഗൗണ്, സ്യൂട്ടുകൾ, ആഭരണങ്ങളൊക്കെ അവർ ചിലവാക്കാറുണ്ട്. ഇനി ഫോട്ടോഗ്രാഫി, ലൈറ്റിങ്ങിന് വേണ്ടി അവർ ഒരു 15% അവിടേക്ക് മാറ്റും. ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൽ ഓൾറെഡി 2 ദിവസത്തെ പരിപാടികൾ മുന്നേ ഉണ്ടായിരുന്നു. മനസ്സമ്മതം, അതേപോലെ തന്നെ കല്യാണം. ഇന്ന് മധുരം വെപ്പ് തുടങ്ങിയ ഒന്നിലധികം പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി മറ്റ് അനുബന്ധ ചിലവുകളെല്ലാം കൂടെ ഇവർക്ക് ഒരു 5% ആവും. ഇനി മുസ്ലിം വിവാഹങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഭക്ഷണത്തിനും സൽക്കാരത്തിനും വേണ്ടി 40% അവിടെ ചിലവാക്കാറുണ്ട്. ഇവന്റ് ആൻഡ് ഡെക്കറേഷൻ പലപ്പോഴും മുസ്ലിം വെഡ്ഡിങ്ങിൽ കുറവായിട്ടായിരുന്നു ഒരു കാലത്തൊക്കെ കണ്ടിരുന്നത്. ഇന്ന് അത് വളരെ കൂടുതലാണ്. 15% അതിനുവേണ്ടി ചിലവാക്കാറുള്ളത്. ഫോട്ടോഗ്രാഫി ആൻഡ് വസ്ത്രങ്ങൾ 10%. അവർക്ക് അങ്ങനെ സേവ് ദ ഡേറ്റ് പരിപാടികളൊന്നും കൂടുതലുള്ള ആളുകൾ അത്രയ്ക്ക് അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ചിലവ് കുറവുണ്ട്. യാത്രയ്ക്കും മറ്റ് ചിലവുകൾക്കും 5% അവർ ചിലവാക്കുന്നത്. ഈ 3 മതങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഇവിടെ ഒരേ മേഖലകളിലാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് പണം വെള്ളത്തിൽ ഒഴുക്കി കളയുന്നത്. ആർഭാടത്തിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുന്ന, പിന്നീട് യാതൊരു ഗുണവുമില്ലാത്ത ചില വേസ്റ്റ് ഓഫ് മണി മേഖലകൾ ഇവയാണ്. അതിൽ പ്രധാനപ്പെട്ടത് സിനിമാറ്റിക് ഫോട്ടോഗ്രാഫി പരിപാടികൾ. വിവാഹത്തിന് ഫോട്ടോകൾ വേണം, അത് ഓർമ്മകളാണ്, സമ്മതിച്ചു. പക്ഷേ വെറും 3 മിനിറ്റ് നീളുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീലിനും അല്ലെങ്കിൽ ഒരു ടീസറിനും വേണ്ടി 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയൊക്കെ ഫോട്ടോഗ്രാഫി ടീമിന് കൊടുക്കുന്ന എന്തിനാണ്? കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ ഓർമ്മയിൽ തങ്ങുന്നത് നിമിഷങ്ങൾ മാത്രമാണ്. നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അദ്ദേഹം എടുത്ത നല്ല കുറച്ച് ഫോട്ടോസ് നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണാൻ പാകത്തിനുണ്ടാവും, നമ്മുടെ ഓർമ്മയിലുണ്ടാകും. വീഡിയോയിൽ പകർത്തിയ വീഡിയോഗ്രാഫറുടെ മൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ ആ ഒരു കട്ടുകളോ അല്ല നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. ആ ഒരു ദിവസത്തെ ചടങ്ങുകളാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ എന്താണ് വേണ്ടത്? ഒരു നല്ല ഫോട്ടോഗ്രാഫർ, ഒരു വീഡിയോ. ആ വീഡിയോ എന്തായിരിക്കണം? ഈ ആളുകൾ ഇങ്ങനെ നിർത്തിയെടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിപ്പോൾ എഐക്ക് ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടും. ആ ഒരു സ്റ്റിൽ ഫോട്ടോ എടുത്ത് എയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടും. നമുക്ക് വേണ്ടത് മൊമെൻറ്റ്സ് ആണ്. ശരിക്കും ഒരു വിവാഹത്തിൽ ഒരു വീഡിയോഗ്രാഫറും ഒരു ഫോട്ടോഗ്രാഫറും മതി. വീഡിയോഗ്രാഫർ എന്താണ് ചെയ്യേണ്ടത്? ആളുകൾ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്ന സമയത്ത് ആ ഒരു വീഡിയോ എടുത്തിട്ട് അവിടെ തീ പാറിക്കുന്ന എഫക്റ്റ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് തരികയാണോ വേണ്ടത്? അല്ല, ആ ഒരു വീഡിയോ ആദ്യത്തെ ദിവസം മാത്രം നമ്മൾ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2ാമത്തെ ദിവസം നമ്മൾ കാണത്തുള്ളൂ. ആ ഒരു കട്ട്സുകളോ ആ ഒരു ഫാസ്റ്റ് കട്ടുകളോ നമ്മളുടെ മൂവ്മെൻറ്റുകളോ പിന്നീട് നമുക്ക്
നമുക്ക് കാണാനായിട്ട് തോന്നത്തില്ല, നമുക്ക് ബോറടിക്കും. നമുക്ക് വേണ്ടത് ആ ഒരു ദിവസം എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ്. ശരിക്കും ഇന്നത്തെ വീഡിയോഗ്രാഫർമാർ പറയുന്നത് അയ്യേ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, പരിപാടിക്ക് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവരുടെ മൊമെൻറ്റ്സ് എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ കവർ ചെയ്യത്തൊന്നുമില്ല. ഞങ്ങൾ ഉള്ളി സിനിമാറ്റിക് പരിപാടി, വേസ്റ്റ് ഓഫ് മണിയാണ്, പിന്നീട് നമ്മളിത് കാണത്തില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ വിവാഹ ദിവസം നിങ്ങളുടെ വീട്ടിലെ സംസാരങ്ങൾ എന്തൊക്കെയാണ്, ആ വീട്ടിൽ എന്തൊക്കെ തിരക്കുകളിൽ കൂടിയാണ് ആളുകൾ ഓടി നടന്നത്, ആരൊക്കെ വന്നു, ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ തോന്നും. മറ്റേത് ചുമ്മാ വേസ്റ്റ് ഓഫ് മണിയാണ്. അത് ചെയ്യാൻ വേണ്ടി ക്യാൻഡിഡിനും അതേപോലെ തന്നെ മറ്റേ സേഫ് എടുക്കാനായിട്ടും പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് 3-4 ആളുകൾ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും കൂടെ വേണ്ടി വരികയാണ്. എല്ലാ ആളുകളും പണിക്കാരല്ല, അവർക്ക് പൈസ കൊടുക്കണ്ടേ? എല്ലാ ആളുകളും കൂടെ റെക്കോർഡ് ചെയ്താലും കിട്ടുന്നത് നമ്മുടെ ആ ഒരു ദിവസത്തെ പരിപാടിയാണ്, നമ്മളെ അതിനകത്ത് ഉൾപ്പെടുത്തുള്ളൂ എന്നുള്ളതൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഏറ്റവും അധികം കാശ് പോകുന്നത് ഒന്നിലധികം ദിവസത്തെ ആർഭാടങ്ങൾക്ക് വേണ്ടിയാണ്. ഹൽദി, മെഹന്തി, സംഗീത്, ബ്രൈഡ് ടു ബി പാർട്ടി. ഉത്തരേന്ത്യൻ സിനിമകൾ കണ്ടിട്ട് നമ്മൾ അനുകരിക്കുന്ന ഈ ചടങ്ങുകൾക്ക് ഓരോന്നിനും പ്രത്യേകം സ്റ്റേജ് വേണം, പ്രത്യേകം വസ്ത്രങ്ങൾ വേണം, പ്രത്യേകം ഭക്ഷണം വേണം, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ നട്ടലൊടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇനി കുറേ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ ഫ്ലവറുകളൊക്കെ ചവിറ്റുകൂട്ടയിലാണ്. അതുപോലെ തന്നെയാണ് ഈ വൺ ടൈം യൂസ്ഡ് ഫാൻസി ആഭരണങ്ങളും. ഗോൾഡ് വേണ്ട, നോ ഗോൾഡാണ്, അതുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫാൻസി ആഭരണങ്ങൾ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തൊരു മണ്ടത്തരാണ്. പിന്നെ ഭക്ഷണത്തിലുള്ള ഒരു ദൂർത്തുണ്ട്. 30 തരം വിഭവങ്ങളുള്ള സദ്യയോ 5 തരം ലൈവ് കൗണ്ടറുകളുള്ള ബുഫയോ ഒക്കെ വെച്ചിട്ട് ആളുകളെ ഞെട്ടിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പകുതി ഭക്ഷണം അവിടെ വേസ്റ്റ് ആവുകയാണ് പതിവ്. ഇവിടെ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ സാധാരണക്കാരെ കുറിച്ചിട്ടാണേ. നല്ല കാശുള്ള ആൾക്കാർ അവരുടെ ബിസിനസ്, അവരുടെ ബന്ധങ്ങൾ, ആ ഒരു ബന്ധങ്ങൾക്കിടയിൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയും ആ ഒരു ബന്ധങ്ങളെയൊക്കെ ഒന്നുകൂടെ ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെ വലിയ പരിപാടികൾ വിവാഹത്തോടനുബന്ധിച്ച് നടത്താറുണ്ട്. അതവർക്ക് പൈസ ഉള്ളതുകൊണ്ടാണ്. അതിലൂടെ ഒത്തിരിയധികം ആളുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നടന്നോട്ടെ. നമ്മൾ സാധാരണക്കാർ അതൊക്കെ കണ്ടിട്ട് അനുകരിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ കോർണേഴ്സ് അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഒത്തിരിയധികം ആളുകളെ, 10,000-കണക്കിന് ആളുകളെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരങ്ങനെ വിളിക്കുന്നത് എന്തിൽ നിന്നാണ്? ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ കസ്റ്റമേഴ്സായി വന്നതിൻ്റെ ലാഭത്തിൽ നിന്നൊരു വിഹിതം മാത്രമേ അവർ ചിലവാക്കുന്നുള്ളൂ. അതേപോലെ തന്നെ അതൊക്കെ അവരുടെ ഒരു പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ പരസ്യമാണ്. പക്ഷേ സാധാരണക്കാരൻ അത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പോക്കറ്റിൽ ഓട്ടയിടുന്ന പരിപാടിയാണ്. നമുക്ക് ഏതായാലും കുടുംബത്തിൽ വഴക്കോ സങ്കടമോ ഉണ്ടാകാതെ ഈ കെണിയിൽ വീഴാതെ എങ്ങനെ ബുദ്ധിപൂർവ്വം ചിലവുകൾ പകുതിയായിട്ട് കുറയ്ക്കാം എന്നുള്ളത് നോക്കാം. കോസ്റ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ പിശുക്കലല്ല, മറിച്ച് അനാവശ്യമായത് ഒഴിവാക്കലാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിഥി പട്ടിക ചുരുക്കുക എന്നുള്ളതാണ്. നാട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ട് വലിയ ഹാളിൽ ലക്ഷങ്ങൾ കളയുന്നതിന് പകരം നിങ്ങളെ വ്യക്തിപരമായി അറിയുന്ന, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിക്കുക. ആളുകളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ചെറിയ ഹാളിലേക്ക് മാറ്റാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ ചിലവ് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്തത് വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ എടുക്കുമ്പോൾ കല്യാണ ദിവസം വധുവരന്മാർ ഇടുന്ന വസ്ത്രങ്ങളിൽ പലതും പിന്നീട് പല പരിപാടിക്ക് ഇടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം വെഡ്ഡിംഗ് ഡിസൈനർ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാം. എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാനൊക്കെ വെഡ്ഡിംഗ് ഡ്രസ്സ് നല്ല രീതിയിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരാളാണ്. അതൊക്കെ ഓരോ ആളുകളുടെ വരുമാനത്തിനനുസരിച്ചിട്ടും ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടും ചെയ്യേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. അതേപോലെ തന്നെ സാരിയുടെ കാര്യത്തിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായം മാറ്റിമറിച്ചത് എൻ്റെ വൈഫാണ്. കാരണം വില കുറഞ്ഞ സാരി വാങ്ങിച്ചാൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിലൊക്കെ സാരിയിലൊക്കെ നല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം പല പരിപാടിക്ക് അതിടാം. നമ്മുടെ സാരി കളക്ഷനിലേക്ക് അതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒരു കുറഞ്ഞ സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ദിവസം ഇട്ടിട്ട് നമുക്ക് കളയേണ്ടി വരും. ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൽ അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. വിവാഹ ദിവസം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ പിന്നീട് ഓരോ പരിപാടിക്ക് വേണ്ടി ഇടാൻ വേണ്ടിയുള്ള മാമൂലുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു രീതിയിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വിവാഹത്തിന് വേണ്ടി വേദി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വലിയ വിവാഹമൊക്കെ നടക്കുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാളുകൾക്കൊക്കെ വലിയ വാടകയായിരിക്കും. നിങ്ങൾക്ക് അതിൽ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വിവാഹ ദിവസത്തെ ചടങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഈ ഹൽദി, മെഹന്തി അങ്ങനെയുള്ള പരിപാടികളൊക്കെ വീട്ടുകാർ മാത്രം ഒന്ന് ചേർന്ന് ലളിതമായിട്ടൊന്ന് ആഘോഷിച്ച് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞാൽ മതിയെന്നേ. പ്രത്യേകം അതിനുവേണ്ടി ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ദിവസത്തെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടി തന്നെ ആളുകളെ വിളിക്കേണ്ടെന്നേ. ഇപ്പോൾ തന്നെ വിവാഹ ദിനങ്ങളിൽ ഫോട്ടോഗ്രാഫർമാരും സാധാരണക്കാരും തമ്മിൽ വലിയ അടിയാണ്. മറ്റാരും ഫോട്ടോ എടുക്കുന്ന അമ്മമാർക്ക് ഇഷ്ടമില്ല. ഗംഭീര അടിയാണ് അവിടെ നടക്കാറുള്ളത്. അപ്പം ബാക്കി ദിവസങ്ങൾ ഈ ഹൽദി, മെഹന്തി പോലുള്ള പരിപാടികളിലെ ഫോട്ടോഗ്രാഫി ബാക്കിയുള്ള നിങ്ങളോട് വരുന്ന ആളുകൾക്ക് കൊടുക്കുക. അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യട്ടെ. ഓർക്കുക, വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തുടക്കമാണ്, അവസാനമല്ല.
കല്യാണ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കേണ്ടതുണ്ട്. കടമില്ലാത്ത ജീവിതമാണ് ഏറ്റവും വലിയ ആഡംബരം. അതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഇത്രയും മികച്ച സുരക്ഷാ ഫീച്ചറുകൾ നൽകുന്ന ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടൈം പ്ലാൻ പ്ലസ് ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തെ ഇന്ന് തന്നെ സുരക്ഷിതമാക്കുക. വെറും 595 രൂപ മുതൽ ആരംഭിക്കുന്ന 1 കോടി രൂപയുടെ ലൈഫ് കവർ. ശമ്പളക്കാർക്കും സ്ത്രീകൾക്കും പ്രീമിയത്തിൽ 15% വരെ കിഴിവുകൾ. ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന 99.8% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. കൂടാതെ നിങ്ങൾ അടച്ച പണം മുഴുവൻ തിരികെ ലഭിക്കുന്ന സ്പെഷ്യൽ എക്സിറ്റ് ബെനിഫിറ്റ്. കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രീമിയം കണക്കാക്കാനും ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.